അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ സ്റ്റാഫിംഗ് ഫംഗ്ഷനാണ്. സ്റ്റാഫിംഗ്, ഓക്കെ. Staffing has been described as the managerial function of filling and keeping filled the position in the organization structure. അതായത് നമ്മൾ ഓർഗനൈസിങ് പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞു, ദെൻ ഓർഗനൈസ് ചെയ്തു, കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ആ ഓർഗനൈസിങ്ങിനകത്ത് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പഠിച്ചു. അതിൽ ഓരോ എന്താണ് CEO പോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഓരോ മാനേജേഴ്സ് ഉണ്ട് അല്ലേ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, അല്ലെങ്കിൽ ലൈൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഓരോ മാനേജേഴ്സ്, വർക്കേഴ്സ്, സൂപ്പർവൈസേഴ്സ്, അങ്ങനെ നമ്മൾ ഓരോ പൊസിഷൻ ഓർഗനൈസേഷനിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഓർഗനൈസിങ് സ്ട്രക്ചറിലുള്ള ആ പൊസിഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ എടുക്കണം അതിലേക്ക്. ഓക്കെ, ഇപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ മാനേജറിയൽ ഫംഗ്ഷൻ. അടുത്ത മാനേജറിയൽ ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ആ മാനേജറിയൽ ഫംഗ്ഷനകത്ത് എന്താ ചെയ്യേണ്ടത്, ഫില്ലിങ് ആൻഡ് കീപ്പിംഗ് ഫിൽഡ് ദ പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമ്മൾ എന്തൊക്കെ പൊസിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടോ, അതായത് CEO, മാനേജേഴ്സ്, അതായത് പ്രൊഡക്ഷൻ മാനേജർ, അതേപോലെ മാർക്കറ്റിംഗ് മാനേജർ, അതിൻ്റെ താഴെ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ഫോർമാൻ, അതേപോലെ തന്നെ വർക്കേഴ്സ്, അങ്ങനെ എന്തൊക്കെ പൊസിഷനാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ആ പൊസിഷനെല്ലാം ഫില്ല് ചെയ്യണം. ആ ഫില്ല് ചെയ്യണ ഫംഗ്ഷനാണ്, അതിലേക്ക് ആളുകളെ എടുക്കണം, അല്ലെങ്കിൽ ആ ആളുകളെ എടുക്കുന്ന ആ ഒരു മാനേജറിയൽ ഫംഗ്ഷനാണ് എന്ത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ഫസ്റ്റ് ഓഫ് ഓൾ ഐഡൻറ്റിഫൈങ് requirement of workforce, followed by recruitment, selection, placement, promotion, appraisal and development of personnel to fill the role designed into organization structure. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഈ ഫംഗ്ഷനകത്ത് എന്താ വരുന്നത്, ആദ്യം തന്നെ എത്ര വർക്ക് ഫോഴ്സ്, എത്ര എംപ്ലോയീസ് വേണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, അവരെ സെലക്ട് ചെയ്യുക, അവരെ പ്ലേസ് ചെയ്യുക, അവർക്ക് വേണ്ട പ്രൊമോഷൻ, അപ്രൈസൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ ടു ഫിൽ ദ റോൾസ്. നമ്മൾ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ റോൾസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതെല്ലാം എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ റോൾസ് ഫില്ല് ചെയ്യാനും എപ്പോഴും ഫില്ലായിട്ട് കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് എത്ര എംപ്ലോയീസ് വേണമെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണത് മുതൽ ആ എംപ്ലോയീസിൻ്റെ ടെർമിനേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന മാനേജറിയൽ ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് സ്റ്റാഫിങ്ങിനകത്ത് പഠിക്കാനുള്ളത് സ്റ്റാഫിംഗിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തേർഡ് മൊഡ്യൂളിൽ. അപ്പോൾ സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സ്റ്റാഫിംഗ് രണ്ടിനും ഒരേ ആൻസറാണ് കേട്ടോ. അതിൽ ആദ്യത്തേത് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്. അപ്പോൾ എത്ര ആളുകൾ വേണമെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ് ഈസ് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്. Understanding manpower requirement is not merely a matter of knowing how many people we need, but also of what type. അതായത് ഇവിടുത്തെ ആദ്യത്തെ ഫംഗ്ഷൻ, അതായത് സ്റ്റാഫിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാൻ പവർ റിക്വയർമെൻറ്റ്, എത്ര ആളുകൾ വേണം, ആളുകളുടെ റിക്വയർമെൻറ്റ് എത്രയാണെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുക, പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾ വേണമെന്ന് മാത്രമല്ല ഏത് ടൈപ്പ് ആളുകൾ വേണം എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആ പൊസിഷൻ ഫില്ല് ചെയ്യാൻ എത്ര ആളുകൾ വേണമെന്ന് മാത്രമല്ല നോക്കേണ്ടത്, ഏത് ടൈപ്പ്, വാട്ട് ടൈപ്പ്, അതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാൻ പവർ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അതും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് മാൻ പവർ റിക്വയർമെൻറ്റ് ഈസ് നോട്ട് മിയർലി മാറ്റർ ഓഫ് നോയിങ് ഹൗ മെനി പീപ്പിൾ, എത്ര ആളുകൾ വേണമെന്ന് മാത്രമല്ല ഈ മാൻ പവർ റിക്വയർമെൻറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നോക്കണത്, ബട്ട് ഓൾസോ ഓഫ് വാട്ട് ടൈപ്പ്, ഏതൊക്കെ ടൈപ്പ്, ഏത് ക്വാളിറ്റി ഉള്ള ആളുകൾ വേണമെന്നുള്ളതും കൂടെ നോക്കണുണ്ട്. ഓക്കെ, എസ്റ്റിമേഷൻ ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ് ഇൻവോൾവ്സ് വർക്ക് ലോഡ് അനാലിസിസ് ആൻഡ് വർക്ക് ഫോഴ്സ് അനാലിസിസ്. ഇതിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് വർക്ക് ലോഡ് അനാലിസിസും വർക്ക് ഫോഴ്സ് അനാലിസിസും. എത്ര വർക്ക് ലോഡ് ഉണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ എത്ര വർക്ക് ഫോഴ്സ് വേണം എന്നുള്ളതും അനലൈസ് ചെയ്യുന്നുണ്ട് ഇതിൽ. ഓക്കെ, അടുത്തത് അപ്പോൾ മാൻ പവർ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻ്റ് ആണ്. റിക്രൂട്ട്മെൻറ്റ് മേ ബി ഡിഫൈൻഡ് as the process of searching for prospective employees and stimulating them to apply for job in the organization. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് ആയിട്ടില്ല, എംപ്ലോയീസ് ആവാൻ പോകുന്ന ആളുകളെയാണ് നമ്മൾ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുക, അവരെ കൊണ്ട് എന്ത് ചെയ്യുക,
ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക, അതായത് സ്റ്റിമുലേറ്റ് ചെയ്യുക. അത് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ എന്താണ്, പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുക, അതേപോലെ അവരെ കൊണ്ട് ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. ഈ പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ആക്ടിവിറ്റി. ഇതിൽ വരുന്നത് ഡിറ്റർമിനേഷൻ ദ വേരിയസ് സോഴ്സ് ഓഫ് സപ്ലൈ, അതായത് എവിടുന്ന് സോഴ്സ് ഓഫ് സപ്ലൈ, എവിടുന്നെല്ലാം നമുക്ക് എംപ്ലോയീസിന് കിട്ടുന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഇവാലുവേഷൻ ഓഫ് ദ വാലിഡിറ്റി ഓഫ് ദ സോഴ്സസ്, ദെൻ ആ ഓരോ സോഴ്സിൻ്റെയും വാലിഡിറ്റി, അത് നല്ല സോഴ്സ് ആണോ എന്നുള്ളത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സോഴ്സ്. ഓക്കെ, അടുത്ത എന്താണ്, ഏറ്റവും നല്ല സോഴ്സിൽ നിന്ന് ആളുകളെ തരുന്ന ഏറ്റവും നല്ല സോഴ്സ് തിരഞ്ഞെടുക്കുക. ദെൻ ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻ ഫ്രം ദ കാൻഡിഡേറ്റ് ഫോർ ദ വേക്കൻസീസ്. അതിനുശേഷം എന്ത് ചെയ്യുക, ആ കാൻഡിഡേറ്റിൽ നിന്ന് അപ്ലിക്കേഷൻസ് സ്വീകരിക്കുക. അപ്പോൾ എന്താണ്, ആദ്യം എവിടുന്ന് ആളുകളെ കിട്ടും, ആളുകളെ എവിടെ നിന്ന് കിട്ടും, അതിനുള്ള സോഴ്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ആ സോഴ്സുകളെല്ലാം തന്നെ വിലയിരുത്തുക. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല സോഴ്സ് തിരഞ്ഞെടുക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക, അങ്ങനെ കണ്ടെത്തുന്ന സോഴ്സുകളിൽ നിന്ന്, അവിടെയുള്ള കാൻഡിഡേറ്റുകളിൽ നിന്ന് അപ്ലിക്കേഷൻസ് സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ സോഴ്സ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസിങ് ആവാം, ഫാക്ടറി അഡ്വർടൈസിങ് ആവാം, അല്ലെങ്കിൽ എന്താണ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ആളുകളെ എടുക്കാം, അങ്ങനെ, അല്ലെങ്കിൽ പ്രീവിയസ് എംപ്ലോയീസിനോട് ചോദിച്ചിട്ട് നമുക്ക് നല്ല ആളുകളെ സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് സോഴ്സ് ഉണ്ട് റിക്രൂട്ട്മെൻറ്റിന്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല സോഴ്സ് കണ്ടുപിടിച്ച് ആ സോഴ്സ് കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. ഓക്കെ, ഇതാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, മാൻ പവർ റിക്രൂട്ട്മെൻറ്റ്, ഏത് ടൈപ്പ് ആളുകൾ വേണം, അതേപോലെ എത്ര ആളുകൾ വേണം എന്നുള്ളത് തീരുമാനിച്ചു. അടുത്ത റിക്രൂട്ട്മെൻറ്റ്, ഏതൊക്കെ സോഴ്സിലൂടെ ആളുകളെ കിട്ടും. ഓക്കെ, അതാണ് പറഞ്ഞത്, അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി കിട്ടും, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി തിരഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ പ്രൈവറ്റ് കൺസൾട്ടൻസ് ഉണ്ട് അല്ലേ, അവിടെ നിന്ന് തിരഞ്ഞാലും ആളുകളെ കിട്ടും. ഏറ്റവും നല്ല സോഴ്സുകൾ കണ്ടെത്തിയും ആ സോഴ്സ് നിന്ന് നല്ല സോഴ്സ് സെലക്ട് ചെയ്യും, കാൻഡിഡേറ്റിനെ കണ്ടുപിടിക്കുക, ആ കാൻഡിഡേറ്റിനെ എന്ത് ചെയ്യുക, അവരെ അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, അപ്പോൾ റിക്രൂട്ട് ചെയ്തു, അപ്ലിക്കേഷൻസൊക്കെ കിട്ടി. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, സെലക്ഷനാണ്. അണ്ടർ ദ പ്രോസസ് ഓഫ് സെലക്ഷൻ ബെറ്റർ അപ്ലിക്കൻസ് ആർ സെലക്റ്റഡ് ഔട്ട് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ദം. ഒരുപാട് അപ്ലിക്കേഷൻസ് കിട്ടിയതിൽ നിന്ന് ബെറ്റർ അപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യുക, അല്ലേ, ഏറ്റവും നല്ല അപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് സെലക്ഷനിൽ വരുന്നത്. ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് ദാറ്റ് ദ എബിലിറ്റി ഓഫ് ദ അപ്ലിക്കൻ ആൻഡ് ദ നേച്ചർ ഓഫ് വർക്ക് മസ്റ്റ് മാച്ച്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ വർക്കിനെ മാച്ച് ചെയ്യണ അപ്ലിക്കൻസിനെ വേണം തിരഞ്ഞെടുക്കാൻ. ഓക്കെ, ആ ഓർഗനൈസേഷന് എന്ത് ടാസ്ക്കാണോ പെർഫോം ചെയ്യാനുള്ളത് ആ ടാസ്ക് പെർഫോം ചെയ്യണ ബെറ്റർ അപ്ലിക്കൻസ്, കഴിവുള്ള അപ്ലിക്കൻസിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് ദ റൈറ്റ് മാൻ ഷുഡ് ബി സെലക്റ്റഡ് ഫോർ ദ റൈറ്റ് ജോബ്. ഓക്കെ, അതായത് ആ ശരിയായ ആളുകളെ എന്താണ്, ആ റൈറ്റ് മാനെ സെലക്ട് ചെയ്യണം. നമ്മൾ ശരിയായ ആളുകളെയാണ് ആ ജോലിക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഒരു ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ, ഇത്രയേ ഉള്ളൂ, ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യാം. ഓക്കെ, ദിസ് വിൽ ലീഡ് ടു എ ബെറ്റർ പെർഫോമൻസ് ഓൺ ഓൾ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് ബെറ്റർ പെർഫോമൻസ് ആണ് കിട്ടുക. ക്വാണ്ടിറ്റി ആണെങ്കിൽ ക്വാളിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റി, ടൈം, കോസ്റ്റ് എല്ലാം എന്ത് ചെയ്യും, അത് എല്ലാ രീതിയിലും എന്താണ്, നല്ല പെർഫോമൻസ് ആയിരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഏറ്റവും നല്ല റൈറ്റ് മാൻ ഫോർ റൈറ്റ് ജോബ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് ഇൻക്രീസ് ദ ക്വാളിറ്റി, അതേപോലെ തന്നെ ടൈം കുറയ്ക്കും, കോസ്റ്റ് കുറയ്ക്കും, അങ്ങനെ എല്ലാ കാര്യത്തിലും ഇതെന്താണ്, നല്ല പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കുക. ഓക്കെ, ഇനി സ്റ്റാഫിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്, സ്റ്റാഫിംഗ് അല്ല, സെലക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് വരുന്നത്. ഒന്ന്, പ്രിലിമിനറി സ്ക്രീനിങ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞൊരു പ്രിലിമിനറി ഒരു സ്ക്രീനിങ്, അപ്ലിക്കേഷനിൽ നിന്ന് തന്നെ സ്ക്രൂട്ടനൈസ് ചെയ്യുക, എന്നിട്ട് വേണ്ടാത്ത അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തള്ളിക്കളയുക. ദെൻ ഒരു സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം, എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. ദെൻ റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക, എംപ്ലോയീസിൻ്റെ റെഫറൻസ്, അതായത് നേരത്തെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നേരത്തെ വർക്ക് ചെയ്ത ഓർഗനൈസേഷനിൽ എങ്ങനെയായിരുന്നു അവരുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നേരിട്ട് കോളേജിൽ നിന്ന് ഫ്രഷ് ഹാൻഡിനാണ് അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ ആ കോളേജിൽ പഠിക്കുമ്പോൾ അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ചോദിക്കുക. അതാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. ദെൻ സെലക്ഷൻ ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഓക്കെ, പ്രിലിമിനറി സ്ക്രീനിങ് നടത്തി, ടെസ്റ്റ് നടത്തി, ഇൻ്റർവ്യൂ ചെയ്തു, റെഫറൻസ് എല്ലാം ചെക്ക് ചെയ്തു. അടുത്തെന്താണ്,
സെലക്ഷനുള്ള തീരുമാനം, ഏത് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യണം എന്നുള്ള തീരുമാനിക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത എംപ്ലോയിക്ക് അടുത്ത എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കൽ ടെസ്റ്റ് അല്ലേ, ഫിസിക്കലി അവർ ഫിറ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുക. ദെൻ അവർക്ക് ജോബ് ഓഫർ കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ജോബ് ഓഫർ ലെറ്റർ കൊടുക്കുക. ദെൻ കോൺട്രാക്റ്റ് ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക, കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഒന്ന് പ്രിലിമിനറി സ്ക്രീനിങ് നടത്തുക, സെലക്ഷൻ ടെസ്റ്റ് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം, അതേപോലെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക, അവരുടെ റെഫറൻസ് ചെക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക. ദെൻ സെലക്ഷൻ ഡിസിഷൻ തീരുമാനിക്കുക, തീരുമാനം എടുക്കുക, സെലക്ട് ചെയ്യേണ്ടത് ആരൊക്കെയാണെന്നുള്ള തീരുമാനം എടുക്കുക. ദെൻ അങ്ങനെ സെലക്ട് ചെയ്ത ആളുകൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുക, ജോബ് ഓഫർ കൊടുക്കുക. ദെൻ അവരുമായിട്ട് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷൻ സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര മാൻ പവർ വേണം, ഏത് ടൈപ്പ് മാൻ പവർ വേണമെന്ന് തീരുമാനിച്ചു. അതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് നടത്തി, അതേപോലെ അവർ അപ്ലിക്കേഷൻ ആളുകൾ കാൻഡിഡേറ്റിനെ കണ്ടെത്തി അവർ അപ്ലിക്കേഷൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്തു. ദെൻ ആ സെലക്ഷൻ നടത്തി കഴിഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. ഇനിയിപ്പോൾ എന്താണ്, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവരെ പ്ലേസ് ചെയ്യണം. പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് ഇൻവോൾവ്സ് പുട്ടിംഗ് ദ സെലക്റ്റഡ് മാൻ അറ്റ് ദ റൈറ്റ് പ്ലേസ് കൺസിഡറിങ് ഹിസ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് എബിലിറ്റി. അപ്പോൾ എന്താണ്, ഈ ഇങ്ങനെ സെലക്ട് ചെയ്ത ആളുകളെ അവരെ ജോബിന്, ശരിയായ ജോബിലേക്ക് അവരെ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ശരിയായ ജോബിലേക്ക്, അതായത് റൈറ്റ് പ്ലേസ് അല്ലെങ്കിൽ റൈറ്റ് ജോബിലേക്ക് അവരെ പ്ലേസ് ചെയ്യുക. അതായത് ഓരോ എംപ്ലോയീസിൻ്റെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച്, അഭിരുചിക്കനുസരിച്ച്, അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ജോലിക്ക് അവരെ എന്ത് ചെയ്യുക, അവരെ പ്ലേസ് ചെയ്യുക. ഇറ്റ് ഈസ് ദ ആക്ച്വൽ പോസ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ടു എ പെർട്ടിക്കുലർ ജോബ് ഫോർ വിച്ച് ഹി ഓർ ഷീ ഹാസ് ബീൻ ചൂസൺ. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ജോബിലേക്ക് അവരെ പോസ്റ്റ് ചെയ്യുക. അവർ ഏത് ജോലിക്കാണോ തിരഞ്ഞെടുത്തത് ആ ജോലിയിലേക്ക് അവരെ പോസ്റ്റ് ചെയ്യുക. ആക്ച്വലി പോസ്റ്റ് ചെയ്യണതിനെയാണ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ ശരിയായ ജോലിക്ക് അവരുടെ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ കഴിവിനനുസരിച്ച് അവർ ഏത് ജോലിക്കാണോ ചൂസ് ചെയ്തത് ആ ജോലിയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുക അല്ലെങ്കിൽ അവരെ പോസ്റ്റ് ചെയ്യണതിന് പറയുന്ന പേരാണ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഓറിയൻറ്റേഷൻ. ഓറിയൻറ്റേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഇൻട്രൊഡ്യൂസിങ് കേട്ടോ. ഇറ്റ് മീൻസ് ഇൻട്രൊഡ്യൂസിങ് ദ ന്യൂലി സെലക്റ്റഡ് എംപ്ലോയീസ് to various facets of the company, his job, other job, nature of product, policy, rules and existing employees, etc. It aims at introducing new employees to the organization smoothly. അപ്പോൾ എന്താണ് ഇങ്ങനെ പ്ലേസ് ചെയ്ത ആളുകളെ നമ്മൾ ഓർഗനൈസേഷനുമായിട്ടൊന്ന് പരിചയപ്പെടുത്തണം അല്ലേ. ഓർഗനൈസേഷനുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ ഓർഗനൈസേഷൻ എന്താണ്, ഓർഗനൈസേഷനിലേക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ എന്താണെന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനെയാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പുതിയതായിട്ട് വരുന്ന എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനെയാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് അവരുടെ ജോലി എന്താണ്, മറ്റാളുകൾ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്, അവരുടെ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണ്, ആ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്റ്റ് എന്താണ്, ഓർഗനൈസേഷൻ്റെ പോളിസികൾ എന്താണ്, ഓർഗനൈസേഷൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, ഓർഗനൈസേഷനിൽ ഇപ്പോൾ എത്ര എംപ്ലോയീസ് ഉണ്ട്, ആ എംപ്ലോയീസ് എല്ലാം ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനെയാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓറിയൻറ്റേഷൻ ഈസ് ഇൻട്രൊഡ്യൂസിങ് ദ സെലക്റ്റഡ് എംപ്ലോയീസ് ടു അതർ എംപ്ലോയീസ് ആൻഡ് ഫെമിലറൈസിങ് ഹിം വിത്ത് ദ റൂൾസ് ആൻഡ് പോളിസീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിനെ മറ്റുള്ള എംപ്ലോയീസിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ റൂൾസും പോളിസീസും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനെയാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആളുകളെ സെലക്ട് ചെയ്തു, അവരെ പ്ലേസ് ചെയ്തു, അവരെ ഓർഗനൈസേഷനുമായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തി. ഇനി അടുത്ത് എന്ത് ചെയ്യണം, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ആഫ്റ്റർ സെലക്ഷൻ ഓഫ് ആൻ എംപ്ലോയി ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഈസ് ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു ദ ന്യൂ എംപ്ലോയി. വിത്ത് ദ various technological changes, the need for training employee is being increased to keep the employee in touch with the various new development. അടുത്ത് എന്ത് ചെയ്യണം, ഇവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവർ സെലക്ട് ചെയ്തവരെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പുതിയ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. കാരണം ടെക്നോളജിക്കൽ ചേഞ്ചസിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ്, അതേപോലെ തന്നെ
പുതിയ പുതിയ ഡെവലപ്മെൻറ്റുകളെ കുറിച്ചിട്ടുള്ള, ഇപ്പം ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്ന പുതിയ പുതിയ മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള, പുതിയ പുതിയ ടെക്നോളജിക്കൽ ചേഞ്ചസിനെ കുറിച്ചിട്ടുള്ള, പുതിയ പുതിയ ഡെവലപ്മെൻറ്റുകളെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ബെനിഫിറ്റ് ബോത്ത് ദ എൻ്റർപ്രൈസ് ആൻഡ് ദ എംപ്ലോയി. ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എംപ്ലോയീസിനും കിട്ടും, അതേപോലെ തന്നെ ഓർഗനൈസേഷനും കിട്ടും. കാരണം എന്താണ്? ട്രെയിനിങ് ഇൻക്രീസ് സ്കിൽസ് ആൻഡ് എബിലിറ്റി ഓഫ് ദ എംപ്ലോയീസ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്, സ്പെസിഫിക് ജോബ്. അപ്പോൾ ട്രെയിനിങ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസിന് അവരുടെ സ്കിൽ ഇൻക്രീസ് ചെയ്യാൻ, അല്ലേ, അവരുടെ ജോബ് പെർഫോം ചെയ്യാൻ വേണ്ട അവരുടെ സ്കില്ലും അവരുടെ എബിലിറ്റിയും എന്താണ്, കഴിവുകൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ സാധിക്കും. ഓക്കെ, എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റ് ഇത്രയേ ഉള്ളൂ. അവർക്ക് അവരുടെ ജോബ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് കിട്ടുന്നതിലൂടെ അവരുടെ എബിലിറ്റിയും അവരുടെ സ്കില്ലും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ജോബ് എന്താണ്, അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ട്രെയിനിങ് ക്യാൻ ഗിവൻ ഫോർ ഇംപ്രൂവിങ് ദ കറൻറ്റ് ജോബ് ഓർ ടു പ്രിപ്പയർ ദ എംപ്ലോയി ഫോർ സം ഇൻറ്റൻഡഡ് ജോബ്. അതായത് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കറണ്ട് ജോബിന് വേണ്ടിയിട്ടും അവരുടെ കറണ്ട് ജോബ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അവർക്ക് എന്താണ് വരാൻ പോകുന്ന ജോലികളെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് അവർ ഭാവിയിൽ ഏറ്റെടുക്കാൻ പോകുന്ന ജോലികളെ കുറിച്ചിട്ടും എന്ത് ചെയ്യാൻ, ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ, ദ എൻ്റർപ്രൈസസ് ഓൾസോ ഗെറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ് ഇൻ ദ ഫോം ഓഫ് റിഡക്ഷൻ ഇൻ പ്രൊഡക്ഷൻ കോസ്റ്റ്, ബെസ്റ്റ് യൂസേജ് ഓഫ് ടൂൾസ് ആൻഡ് മെഷീൻസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി. അപ്പോൾ ഈ ട്രെയിനിങ് കൊടുക്കണമുണ്ട് എംപ്ലോയീസിന് മാത്രമല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക, അതേപോലെ തന്നെ ഓർഗനൈസേഷനും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസ് എഫിഷ്യൻ്റ് ആവുന്നതിലൂടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും. അതേപോലെ തന്നെ അവർ ടൂൾസും മെഷീൻസൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ അവർക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെ ട്രെയിനിങ് കിട്ടുന്നതിലൂടെ ടൂൾസും മെഷീൻസൊക്കെ അവർക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് അറിയും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, വേസ്റ്റേജ് കുറയും. അതേപോലെ തന്നെ അവരുടെ ക്വാളിറ്റി, ആ പ്രൊഡക്റ്റ് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ക്വാളിറ്റി തന്നെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത എന്താണ്, അപ്പോൾ ട്രെയിനിങ് കൊടുത്തു, ഡെവലപ്മെൻറ്റ് കൊടുത്തു. ഇനി അടുത്ത് എന്താണ്, കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓർഗനൈസേഷൻ പേസ് വേജസ് ആൻഡ് സാലറി ടു ദിയർ എംപ്ലോയീസ് ഫോർ വിച്ച് ദേ നീഡ് ടു എസ്റ്റാബ്ലിഷ് വേജസ് ആൻഡ് സാലറി പ്ലാൻ. അപ്പോൾ എന്താണ്, എംപ്ലോയീസിനെ സെലക്ട് ചെയ്താൽ മാത്രം പോരാ, അവരെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് റെമ്യൂണറേഷനും കൊടുക്കണം. അപ്പോൾ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വേജസ് അല്ലെങ്കിൽ സാലറി. അപ്പോൾ ഒരു ഓർഗനൈസേഷന് നല്ലൊരു വേജ് അല്ലെങ്കിൽ സാലറി പ്ലാനുകൾ വേണം. ദിസ് ഈസ് ഗിവൺ അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ജോബ്, സ്കിൽഡ് ഓർ അൺസ്കിൽഡ്, ഫിസിക്കൽ ഓർ മെൻ്റൽ എക്സെട്ര. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ജോബിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ സാലറി വേജൊക്കെ ഫിക്സ് ചെയ്യണത്. സ്കിൽഡ് നേച്ചറിലുള്ള സ്കിൽഡ് എംപ്ലോയീസ് ആണോ, അൺസ്കിൽഡ് ലേബേഴ്സ് ആണോ, അങ്ങനെ നോക്കിയിട്ട്, അതായത് വർക്കേഴ്സ് ആണോ അതോ സ്കിൽഡ് ലേബേഴ്സ് ആണോ, അങ്ങനെയുള്ളത് നോക്കിയിട്ട്, ദെൻ എത്ര ഫിസിക്കൽ എഫേർട്ട് എടുക്കേണ്ടി വരും ആ ജോലി ചെയ്യാൻ, എത്ര മെൻ്റൽ എഫേർട്ട് എടുക്കേണ്ടി വരും ആ ജോലി ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ വച്ചുകൊണ്ടാണ് ഒരു സാലറി അല്ലെങ്കിൽ വേജ് പ്ലാന് തീരുമാനിക്കുന്നത്. ദ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ഫെയർ സാലറി ഓർ വേജ് സ്ട്രക്ചർ ആൻഡ് ഷുഡ് ഗീവ് ഇൻസെൻറ്റീവ് ടു ദോസ് ഹു ഡിസേർവ് ഇറ്റ്. അപ്പോൾ ഒരു ഓർഗനൈസേഷന് എപ്പോഴും നല്ലൊരു സാലറി അല്ലെങ്കിൽ ഒരു വേജ് സ്ട്രക്ചർ ഉണ്ടാവണം. മാത്രമല്ല ഈ സാലറിയും വേജ് സ്ട്രക്ചറും കൂടാതെ അഡീഷണൽ ആയിട്ട് അവർക്ക് ഇൻസെൻറ്റീവ്സും കൊടുക്കണം. ബോണസ് ആവാം, അതേപോലെ കമ്മീഷൻ ആവാം, ദെൻ PF അങ്ങനെയുള്ള, അതേപോലെ തന്നെ അതർ നോൺ മോണിറ്ററി ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ്, ചാലഞ്ചിങ് ആയിട്ടുള്ള ജോബ്, അങ്ങനെ നോൺ മോണിറ്ററി ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സും മോണിറ്ററി ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സും സപ്പോർട്ടുകളും കൊടുക്കണം. ഓക്കെ, സാലറിയും വേജും മാത്രം കൊടുത്താൽ പോരാ, അതിൻ്റെ കൂടെ തന്നെ മറ്റു പല ഇൻസെൻറ്റീവ്സും അവർക്ക് ഡിസേർവ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കണം. ഓക്കെ, ഇതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്, റെമ്യൂണറേഷൻ, സാലറി, വേജസ്. ഓക്കെ, അടുത്തത് പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്. അപ്പോൾ ഇവരെ നമ്മൾ എടുത്തവർ ശമ്പളം മാത്രം കൊടുത്താൽ പോരാ, അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അറ്റ് ദിസ് സ്റ്റെപ്പ് ദ ക്യാപ്പബിലിറ്റി ഓഫ് ദ എംപ്ലോയീസ് ജഡ്ജ്ഡ് ആൻഡ് ഫോർ ദാറ്റ് ഈസ് ആക്ച്വൽ വർക്ക് പെർഫോമൻസ് ഈസ് കമ്പയർഡ് വിത്ത് ദ വർക്ക് അസൈൻ ടു ദം. അപ്പോൾ എന്താണ്, ഇവിടെ ആ എംപ്ലോയീസിൻ്റെ ക്യാപ്പബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം, കഴിവ് പരിശോധിക്കണം, അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താണ്, അവർക്ക് വർക്ക് അസൈൻ ചെയ്ത് കൊടുത്ത ആ സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ അവരുടെ ആക്ച്വൽ വർക്കും തമ്മിൽ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. ദ റിസൾട്ട് ആർ അൺഫേവറബിൾ. അപ്പോൾ അവർ
അസൈൻ ചെയ്ത രീതിയിൽ അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് അവർ പെർഫോം ചെയ്തിട്ടില്ല, അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അൺഫേവറബിൾ റിസൾട്ട് ആയിരിക്കും ഇപ്പോൾ കിട്ടുന്നതെങ്കിൽ ഈസ് എഗെയിൻ ഗിവൻ ട്രെയിനിങ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇഫ് റിസൾട്ട് ആർ എഗെയിൻ അൺഫേവറബിൾ ദ എംപ്ലോയീസ് ഈസ് പുട്ട് ഓൺ സം അതർ വർക്ക്. എന്നിട്ടും എന്താണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ അവർക്ക് അസൈൻ ചെയ്ത വർക്കും അവർ ആക്ച്വലി പെർഫോം ചെയ്ത വർക്കും തമ്മിൽ കമ്പയർ ചെയ്ത് റിസൾട്ട് നെഗറ്റീവ് റിസൾട്ടാണ്, അവർ ആ അസൈൻ ചെയ്ത സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് അവരുടെ വർക്ക് പെർഫോമൻസ് നന്നായിട്ടില്ലെങ്കിൽ അവർക്ക് വീണ്ടും എന്ത് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് കൊടുത്തിട്ടും ആ എംപ്ലോയി നന്നായിട്ട് പെർഫോം ചെയ്യണില്ലെങ്കിൽ, ആ എംപ്ലോയിക്ക് ആ വർക്ക് പെർഫോം ചെയ്യാൻ കഴിയണില്ലെങ്കിൽ അവർക്ക് കഴിയണ വേറെ ജോലികൾ കൊടുക്കുക. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു റേറ്റിംഗ് ഓർ ഇവാലുവേറ്റിംഗ് ദ കറൻറ്റ് പെർഫോമൻസ് ഓഫ് എംപ്ലോയി. ഇപ്പോൾ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പരിശോധിക്കുന്നതിനെയാണ് എന്ത് പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സർട്ടൻ പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്. എങ്ങനെയാണ് ഇത് പരിശോധിക്കുക, അവർ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡും ആ എംപ്ലോയീസിൻ്റെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ട്രാൻസ്ഫേഴ്സ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ദ സ്റ്റാഫ്സ് ആർ ബേസ്ഡ് ഓൺ പെർഫോമൻസ് അപ്രൈസൽ. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് കിട്ടും, പ്രൊമോഷൻസ് കിട്ടും, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഫറും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രാൻസ്ഫറും പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഈ പെർഫോമൻസ് അപ്രൈസലിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ട്രാൻസ്ഫറും പ്രൊമോഷൻസൊക്കെ ഫിക്സ് ചെയ്യണത്. ഓക്കെ, അടുത്ത എന്താണ് പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊമോഷൻ ഈസ് സെറ്റ് ടു ബി എ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ഇൻ വിച്ച് ദ വർക്കർ ഈസ് ഷിഫ്റ്റഡ് ഫ്രം എ ഹയർ ജോബ് ഡിമാൻഡിങ് ബിഗ്ഗർ റെസ്പോൺസിബിലിറ്റി. ഒരു നോൺ മോണിറ്ററി എന്ന് പറഞ്ഞാൽ ബോണസ് കൊടുക്കുക, പൈസ അങ്ങനെ രീതിയിലുള്ള മണി നേച്ചറുള്ള സപ്പോർട്ട് കൊടുക്കുന്നതിന് മോണിറ്ററി ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. പ്രൊമോഷൻ എന്ന് പറയുന്നത് തികച്ചും നോൺ മോണിറ്ററി ആയിട്ടുള്ള കാര്യമാണ്, നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ആണ്. അതിൽ വർക്കേഴ്സിന് എന്ത് ചെയ്യണം, നിലവിലുള്ള ജോബിൽ നിന്ന് ഹൈ ജോബിലേക്ക് അവരെന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം, കുറച്ചും കൂടെ ഹൈ ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് കുറച്ചും കൂടെ അധികം റെസ്പോൺസിബിലിറ്റി വരും അല്ലേ. ഹൈ ജോബിലേക്ക് പോകുന്നതോറും എന്താണ് റെസ്പോൺസിബിലിറ്റി കൂടും. അപ്പോൾ നിലവിലുള്ള ജോബിൽ നിന്ന് ഹൈ ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യണതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ മീൻസ് ദ മൂവ്മെൻറ്റ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ വിത്തൗട്ട് ഇൻക്രിമെൻറ്റ് ഇൻ പേ, സ്റ്റാറ്റസ് ഓർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയിൽ നിന്ന് അതേപോലുള്ള വേറെ ജോലിയിലേക്ക് എന്താണ് മാറ്റണതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ പേയ്മെൻറ്റ് സാലറിയിൽ ഇൻക്രിമെൻ്റ് ഒന്നും കൂടുതലോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കൂടുകയോ റെസ്പോൺസിബിലിറ്റി കൂടുകയോ ഒന്നുമില്ല, ഒരു ജോബിൽ നിന്ന് അതേ സിമിലർ ജോബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അവിടെ സാലറിയും കൂടില്ല, സ്റ്റാറ്റസ് കൂടില്ല, റെസ്പോൺസിബിലിറ്റിയും കൂടില്ല. പക്ഷെ പ്രൊമോഷനിൽ അങ്ങനെയല്ല, സാലറിയും കൂടും, അതേപോലെ സ്റ്റാറ്റസ് കൂടും, റെസ്പോൺസിബിലിറ്റിയും കൂടും. ഓക്കെ, ഇറ്റ് ഈസ് നെസസറി ഫോർ എവറി ഓർഗനൈസേഷൻ ടു കീപ് പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാൻസ് ഓഫ് എൻ എംപ്ലോയീസ് ഇൻ ടു കൺസിഡറേഷൻ സോ ആസ് ടു എൻഷുർ ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെ ഈ പ്രൊമോഷനൊക്കെ ഉണ്ടെങ്കിൽ, പ്രൊമോഷനൊക്കെ എല്ലാ ഓർഗനൈസേഷനിലും ആവശ്യമാണ്, കരിയർ പ്ലാൻസൊക്കെ ആവശ്യമാണ്. അങ്ങനെ പ്രൊമോഷൻ പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ എംപ്ലോയീസിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇരുന്നിടത്ത് തന്നെയാണ് ഇരിക്കണമെങ്കിൽ ആ എംപ്ലോയീസിന് ആ ജോലി കൊണ്ട് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പ്രൊമോഷനൊക്കെ കിട്ടുമ്പോഴാണ്, കരിയർ പ്ലാൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ്, കരിയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എംപ്ലോയീസിന് എപ്പോഴും ആ ജോലി കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ എപ്പോഴും നല്ലൊരു പ്രൊമോഷൻ പ്ലാൻസൊക്കെ, കരിയർ പ്ലാൻസൊക്കെ ഉണ്ടാവണം. അടുത്തത് 9ാമത്തെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ആണ്. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് of staffing. It means separating the employee from their job. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റാഫിങ്ങിൻ്റെ. സെപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ എംപ്ലോയീസിനെ ആ ജോലിയിൽ നിന്ന് എന്ത് ചെയ്യുക, എടുത്തു മാറ്റുന്നതിനെയാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെപ്പറേഷൻ എന്തുകൊണ്ടൊക്കെയാണ് വരുന്നത്, ദിസ് ടേക്ക് പ്ലേസ് ഇൻ 4 ways: ത്രൂ റിട്ടയർമെൻറ്റ്, ടെർമിനേഷൻ, റിട്രെഞ്ച്മെൻറ്റ് ഓർ ഡെത്ത്. ഒന്നില്ലെങ്കിൽ എന്താണ് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത്, അല്ലെങ്കിൽ എന്താ അവരെ ടെർമിനേറ്റ് ചെയ്യുക, വേണ്ടെന്ന് വെക്കുക. അങ്ങനെയുള്ള റിട്രെഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഡെത്തിലൂടെയൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, റിട്ടയർമെൻറ്റിലൂടെയോ അല്ലെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്യണതിലൂടെയോ അല്ലെങ്കിൽ എന്താണ് റിട്രെഞ്ച്മെൻറ്റ് ഡെത്തിലൂടെയോ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ എന്താണ് ആ ഒരു എംപ്ലോയിനെ ആ ജോബിൽ നിന്ന് എടുത്തു മാറ്റണം. അതിനെയാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ് എത്ര വേണമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക, അവരെ റിക്രൂട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അവരെ സെലക്ട് ചെയ്യുക, ഇതിന് അവരെ പ്ലേസ് ചെയ്യുക, ആ ജോലിയിലേക്ക് പ്ലേസ് ചെയ്യുക, ഇതിന് അവർക്ക് വേണ്ട ഓറിയൻറ്റേഷൻ ഓർഗനൈസേഷനുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കുക, ഇതിന് അവർക്ക് വേണ്ട കോമ്പൻസേഷനെ കുറിച്ച് തീരുമാനിക്കുക, ദെൻ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, സെപ്പറേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്പായിട്ട് വരുന്നത്. ഓക്കെ.
ഓക്കെ താങ്ക് യു.